ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ ആ ഒരു പണിയാണ് കേട്ടോ ഈ കാണുന്നത്. കേക്ക് ബേക്ക് ചെയ്ത സമയത്ത് ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു 2 ടയർ കേക്കും ഒരു ടോൾ കേക്കും ആണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ പിസ്ത ഫ്ലേവറിലുള്ള കേക്ക് എന്ന് പറഞ്ഞാൽ 2 ടയർ ചെയ്യാനുള്ളതായിരുന്നു. അത് ഞാൻ മാറിയിട്ട് അത് ടോൾ കേക്കിൻ്റെ ടിന്നിൽ 5 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോൾ കേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. ആ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഞാൻ 2 ടയറിന് വേണ്ടിയിട്ടുള്ള 7 ഇഞ്ചിൽ 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തത്. അപ്പോൾ ഇനി ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ കേക്കിനെ കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുക, ചെറിയ കേക്കിനെ ഇതുപോലെ സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത് വലുതാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 5 ഇഞ്ചിൻ്റെ 3 കേക്ക് ടില്ലായിട്ടുണ്ട് പിസ്തയുടെ കേക്കിനെ സ്പഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഓരോ കേക്കും 3 ലെയർ വീതം കട്ട് ചെയ്ത് മൊത്തത്തിൽ 9 ലെയർ ഉണ്ട് കേട്ടോ. താഴത്തെ ടയറിന് വേണ്ടി 3 ലെയറാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 3 ലെയറും അതിൻ്റെ കൂടെ തന്നെ അടുത്ത ഒരു കേക്ക് സ്പഞ്ച് എടുത്ത് അതും കൂടെ 3 ലെയർ സൈഡ് കട്ട് ചെയ്താണ് കേട്ടോ ഞാനിത് കേക്ക് വലുതാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 2 കേക്ക് ടിന്നിൽ ചെയ്ത കേക്കും എടുത്ത് സെറ്റ് ചെയ്ത് താഴത്തെ ടയറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ മുകളിലത്തെ ടയറിന് ആ 3ാമത്തെ ടിന്നിലുള്ള കേക്കുണ്ട്, അത് 3 ലെയറാണ് കേട്ടോ ഉള്ളത്. അത് മുകളിലത്തെ ടയറിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ കേക്കിനെ അത് വീണ്ടും വലിയ കേക്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ, ഈ ഒരു വെപ്രാളം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലും അത് ശരിയാവത്തില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ താമസിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 2 കേക്കും ഒരുമിച്ച് ബേക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചത്. 2ൻ്റെയും ബാറ്ററി ചെയ്ത് വരെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വെപ്രാളത്തിൽ കേക്ക് ടിന്നുകളിൽ വെച്ച് അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ടോൾ കേക്കിൻ്റെ ടിന്നിൽ ഞാൻ ടയർ കേക്കിനുള്ള ബാറ്റർ ഒഴിച്ചു, ടയർ കേക്കിനുള്ള ടിന്നിൽ ടോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു. ഇതൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊന്നും ഞാൻ ഓർമ്മിച്ചില്ല. തിരിച്ചു വന്ന് കേക്ക് എടുത്ത് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ടിന്ന് മാറിപ്പോയതായിട്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ചെറിയ കേക്കിനെ പീസ് കട്ട് ചെയ്ത് വലുതാക്കി കൊടുക്കാമെന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഒരു പീസ് പോലെ എടുത്ത് കളയാതാണ് കേട്ടോ ഈ ഒരു കേക്കിന് വേണ്ടി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പിസ്തയാണ് കേട്ടോ ഫ്ലേവർ. ഉള്ളിൽ കൊടുത്തിട്ടുള്ള പിസ്ത കോമ്പൗണ്ടിൻ്റെ ഗണാശാണ്. അതുപോലെ തന്നെ പിസ്തയാണ് കേട്ടോ ഫിൽ ചെയ്തിട്ടുള്ളത്. 1.5 കിലോയിലാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ ഒരു പിങ്ക് കളർ കേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ വിങ്സ് കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെയും അതുപോലെ തന്നെ 2 വിങ്സിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ ലേസർ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് ഇതിൽ വെച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്ത്. പിന്നെ കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.